കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഫരിസേയരും ജെറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങിയ മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിങ്ങളുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്നൊരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ കാച്ചിക്കുറുക്കിയെടുത്താൽ ഇങ്ങനെ പറയാൻ പറ്റും, ദൈവമക്കളായ നമുക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തെ കണ്ടാൽ പോരാ. ലോകം ഇതൊക്കെയാണ് നല്ലതെന്ന് പറയുന്നത്, ഈ രീതിയിലൊക്കെയാണ് ജീവിക്കുന്നത്, അവർക്കിങ്ങനെയാകാമെങ്കിൽ എനിക്കായിക്കൂടെ, അങ്ങനെ ചിന്തിച്ച് പോകേണ്ടവരല്ല ദൈവമക്കൾ. ദൈവത്തെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വായനകൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തേത്, ജ്ഞാനവും സത്യവുമുള്ള ഹൃദയം. നമുക്ക് ഏതായാലും ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനമുള്ള, അറിവുള്ള ഒരു ഹൃദയം, സത്യസന്ധമായ ഒരു ഹൃദയം. ഹെബ്രായർ 10:22 നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബലിയർപ്പണത്തിന് നമ്മൾ വരുമ്പോൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, സത്യഹൃദയത്തോടെയാണ് ബലിയർപ്പിക്കാൻ നമ്മൾ പോവുക. ഏത് കൂദാശയാണേലും സത്യഹൃദയമാണെങ്കിലേ കൂദാശ അവിടെ ഫലം പുറപ്പെടുവിക്കും. രണ്ടാമതൊരു കാര്യമുണ്ട്, അതാണ് വിശുദ്ധിയും വിവേകവുമുള്ള മനസ്സ്. ഹൃദയത്തോടൊപ്പം നമുക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധിയുള്ള ഇൻറ്റീരിയർ പ്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവേകപൂർവ്വം പെരുമാറാൻ നമുക്ക് സാധിക്കുന്നത്. സോളമന് വേണമെങ്കിൽ കോടികൾ ചോദിച്ച് വാങ്ങിക്കാമായിരുന്നു. അവൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ജ്ഞാനവും വിവേകവും, ജ്ഞാനമുള്ള ഹൃദയം, വിവേകമുള്ള മനസ്സ്, എനിക്കത് മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മറ്റെന്തിനേക്കാൾ വിലപിടിപ്പുള്ളതല്ലെങ്കിൽ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമായിരുന്നു. മൂന്നാമതൊരു കാര്യം, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് സ്നേഹവും കരുണയുമുള്ള പ്രവൃത്തി. വിശ്വസിച്ചാൽ മാത്രം പോരാ,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് യാക്കോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കണം. അത് നിവർത്തിക്കുവാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ 2ാം വായനയിൽ നമ്മൾ കണ്ടു, ഉന്നതമായ കാര്യങ്ങൾ അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഉന്നതത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. കൊളോസസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ യേശുവിനോട് ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിലെ വസ്തുക്കളെക്കാൾ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായിട്ട് മാറും. യാക്കോസ്ലീഹ 3-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നമുക്ക് ഈ അറിവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൈശാചികമായിട്ടുള്ള അറിവുണ്ടാകാം, ബൗദ്ധികമായിട്ടുള്ള അറിവുണ്ടാകാം, ഉന്നതമായ അറിവുണ്ടാകാം. ഇതിലേതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഏതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഏതാണ് നമ്മളിൽ പ്രകടമാകുന്നത്? നമ്മുടെയൊക്കെ ജീവിതം, പെരുമാറ്റം ഇതൊക്കെ കണ്ടാൽ പൈശാചികമായിട്ടുള്ള ശക്തിയാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിശാലിയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ വെളിപ്പെടാറുള്ളത്? അതോ അതിനുപരിയായിട്ട് ദൈവത്തെ അറിഞ്ഞ ദൈവിക ജ്ഞാനം സമ്പാദിച്ചൊരു വ്യക്തിയെപ്പോലെ നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പെരുമാറാനും സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ട ഒന്നാണ്. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ സമാന്തര സുവിശേഷമാണ്. മർക്കോസിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്ന് ഒത്തിരി പേര് അവർക്ക് സൗകര്യമുള്ള, ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യും, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യും. വേണമെങ്കിൽ അവർ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ 2 കാലം നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒറ്റക്കാലം നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ റെഡിയാവും. അങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അത് ചെയ്യാൻ തയ്യാറായെന്ന് വരും. നമ്മളെക്കാൾ കൂടുതലായിട്ട് ഇതൊക്കെ ചെയ്ത പരിസരും നിയമജ്ഞരും ഉണ്ടായിരുന്നു. ഇനി അവരുടെ പ്രവൃത്തികളെ സാധൂകരിക്കുന്ന രീതിയിലല്ല യേശു സംസാരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റണം. മത്തായി 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ആദ്യം ശരിപ്പെടുത്ത്. നമ്മുടെ ചോരുന്ന വീട് റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം ശരിയാക്കുക. നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറുക. ഇടിഞ്ഞു കിടക്കുന്ന മതിൽ കെട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം നേരെയാക്കുന്ന കാര്യം. നമ്മുടെയൊക്കെ ശ്രദ്ധ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ നീ ചെയ്യും. ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് അത് പ്രവർത്തിക്കണമെന്നില്ല. ഇന്ന് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ നീണ്ട ഉപവാസം നടത്താൻ, നീണ്ട മണിക്കൂർ കയ്യും വിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറായിന്ന് വരും. കൂടെ ജീവിക്കുന്ന വ്യക്തികളെ പരിഗണിക്കാനോ അല്ലെങ്കിൽ അവരോട് കാരുണ്യം കാണിക്കാനോ നമ്മൾ തയ്യാറാകാതെ കണ്ട് അതിന് ആത്മീയത ദൈവം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മളിനിയും പരിസയരുടെ ഗണത്തിലല്ല പെടേണ്ടത്. നമ്മൾ ദൈവമക്കളുടെ, ക്രിസ്തു ശിഷ്യരുടെ ആ ഒരു ഗണത്തിൽ പെടുന്നവരായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്, അതിനാണ് ദൈവം പ്രതിഫലം നൽകുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 15-ന്റെ 2-ാമത്തെ പാരഗ്രാഫ് 10 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. ഇനി അതിൻ്റെ സമാന്തര ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ആന്തരിക വിശുദ്ധീകരണം നമുക്ക് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ വിവേകപൂർവ്വം നമ്മൾ പെരുമാറുക എന്നുള്ളത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുള്ളവരെ പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളെക്കാൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കും. വേറെ ആരെക്കുറിച്ചും ചിന്തിച്ച് വേറെ ആരെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയാനൊന്നും പോകണ്ട. അവർ ഈ ഗണത്തിൽ പെടുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ അവർക്ക്
ഒരു ക്ലാസിൻ്റെ സമയത്താണ് ഞാൻ മർക്കോസ് 5-ാം അധ്യായത്തെ ആസ്പദമാക്കി ഈ സാത്താൻ്റെ സാന്നിധ്യ ലക്ഷണങ്ങൾ 10 കാര്യങ്ങൾ അവിടെ തന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. അവർ സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛാ അപ്പോൾ ആ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവിന് ഈ 10 പിശാചുക്കളുണ്ട്. സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്കുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പലരും കണ്ടെത്താൻ നോക്കുക. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ജീവിതം ഇനിയും വിശുദ്ധീകരിച്ചുയർത്താനുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത്. അല്ല മരണം വരെ നമ്മൾ പരിസയരുടെയും നിയമജ്ഞരുടെയും ഗണത്തിൽപ്പെട്ട് നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയെന്ന് വരും. അത് സ്വർഗത്തിലെത്താൻ ഉപകരിക്കണമെന്നില്ല. പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് വിശുദ്ധീകരിക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കടിഞ്ഞാണിടാനും അത് വിശുദ്ധീകരിക്കാനുമുള്ള പ്രയത്നമാണോ നമ്മൾ നടത്താറുള്ളത്? അതോ ഏതെങ്കിലും ഒരു നോമ്പ് വരുമ്പോഴേ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടാന്ന് വെക്കാനുള്ള പരിശ്രമം അതാണ് നമ്മൾ നടത്താറുള്ളത്? ഇനി അതൊക്കെ നല്ലതാണ്, ആത്മനിയന്ത്രണം പാലിക്കാൻ. പക്ഷേ ആത്മനിയന്ത്രണത്തിലേക്കോ ആന്തരിക വിശുദ്ധീകരണത്തിലേക്കോ അതൊന്നും നമ്മെ നയിക്കാതെ കണ്ട് ഒരാചാരമായിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആത്മീയത വളരണമെന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാകണമെന്നില്ല. ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നില്ല. ഒരു 8 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, ദുഷ്പ്രവൃത്തി, ഇങ്ങനെ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന. ഇതിനൊരു സ്റ്റോപ്പിടാൻ പറ്റണമെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, ആദ്യം നമ്മുടെ മനസ്സ് നേരെയാക്കുക, മനസ്സ് വിശുദ്ധീകരിക്കുക, ആന്തരിക വിശുദ്ധീകരണം പ്രാപിക്കുക, മനോഭാവം നേരെയാക്കി യേശുവിനുണ്ടായിരുന്ന ആ മനോഭാവത്തിലേക്ക് വരാൻ തയ്യാറാവുക. അങ്ങനെ വന്നവരുടെ കൂടെ ജീവിക്കുന്നത് എന്ത് എളുപ്പമായിരിക്കും എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറണം. അതിനുള്ള പ്രയത്നം നടത്തുന്നവർ പ്രാർത്ഥനയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതില്ലാതെ വേണേ ചേമ്പലെ വെള്ളം ഒഴിച്ച പോലെ കുറേ പ്രാർത്ഥനകളും കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. വിശ്വാസ സംഹിതയേക്കാൾ വലുതല്ല പാരമ്പര്യം എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. നമുക്ക് വിശ്വാസ സംഹിതകൾ ദൈവം തന്നിട്ടുണ്ട്, അത് ജീവിക്കണം. അത് ബലി കഴിച്ച് കുറേ പാരമ്പര്യം പറഞ്ഞ് നടന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ കുറച്ച് നിയമാനുഷ്ഠാനങ്ങളാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റണമെന്നില്ല. ദൈവത്തെ നമ്മൾ അറിയണം, സ്നേഹത്തിൽ വളരണം. ലൂക്കാ 10:25 മുതൽ വായിക്കുമ്പോൾ നല്ല സമറായക്കാരൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. സ്നേഹം ജീവിക്കുന്നവരായിട്ട് മാറണം, കുറേ നിയമങ്ങൾ പാലിക്കുന്നവരായി മാറുന്നതിനേക്കാൾ. നിയമം എത്ര പാലിച്ചാലും സ്നേഹം ബലി കഴിക്കുന്നിടത്ത് ആ നിയമപാലനം അത് ആധ്യാത്മിക പകരുന്നൊരു കാര്യമായിട്ട് ദൈവം കാണുന്നില്ല എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമുക്ക് തരുന്ന ആ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയം വിശുദ്ധീകരിക്കുക, മനസ്സ് വിശുദ്ധീകരിക്കുക. മത്തായി 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ് 21 മുതൽ 28 വരെയുള്ള വചനഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ വിശ്വാസം വളർത്തുക, വിശ്വാസം നേരെയാക്കുക. അന്ധവിശ്വാസങ്ങളോ അല്പവിശ്വാസമോ ഇതൊക്കെയാണ് നമുക്കുള്ളത് എങ്കിൽ അവിടെ ഒരു തിരുത്തൽ ആവശ്യമാണ്. ജീവിക്കുന്ന വിശ്വാസം, ജീവനുള്ള വിശ്വാസം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മർക്കോസ് 9:23 വായിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ ദൈവത്തെ കുറ്റപ്പെടുത്തിയാണോ ജീവിക്കേണ്ടത്? ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് നടന്നു കിട്ടിയില്ല, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞ് ദൈവത്തെ പഴിക്കുന്നതാണോ ശരി? കൂടെ താമസിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഴിക്കുന്നതാണോ ശരി? നമ്മുടെ വിശ്വാസത്തിൻ്റെ കേടുപോക്കണം. വിശ്വാസത്തിലേക്ക് നോക്കിയിട്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എത്തേണ്ടടുത്ത് ഞാൻ എത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എത്തണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തിന് നമ്മൾ ഊന്നൽ കൊടുത്താൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നോളും. മത്തായി 15
29 മുതൽ 39 വരെ വായിച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത്ഭുതകരമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. പക്ഷെ അതിന് ആദ്യം പറഞ്ഞ ഈ 3 സ്റ്റെപ്പ് നമ്മൾ കയറണം. ഈ 3 കാര്യങ്ങൾ: ഹൃദയം ഫിക്സ് ചെയ്യുക, മനസ്സ് ഫിക്സ് ചെയ്യുക, വിശ്വാസം ഫിക്സ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ അത് നേരെയാക്കി കഴിയുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മുടെ ചങ്കിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർ, എനിക്ക് പണം കുറവാണ്, എനിക്ക് സൗന്ദര്യം കുറവാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് പരാതി പരിഭവം പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യം വരത്തില്ല. അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം: ദൈവം ഇത്രമാത്രം നിൻ്റെ ഹൃദയത്തിലുള്ള, നിൻ്റെ അടുത്തുള്ള മറ്റേത് ജനതയാണുള്ളത്? ഇതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്? ഇതല്ലേ ആത്മീയ സമ്പത്ത്? ഇതല്ലേ ഒരു ക്രിസ്ത്യാനി സമ്പത്തായിട്ട് കാണേണ്ടത്? എനിക്കെൻ്റെ ദൈവം സ്വന്തമായിട്ടുണ്ട്, ആ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്. പണക്കാരനാകണമെന്നില്ല, സമ്പന്നനാകണം. ഇക്കാര്യം പറഞ്ഞ് സംതൃപ്തിയോടെ ജീവിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? ഇതിങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊതിക്കുറവും പറഞ്ഞ് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടാവുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഒരു കാര്യം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കണം. അതിനകത്തുനിന്ന് ഒരു ഭാഗം അടർത്തിക്കളയാനോ അതിനോട് നിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നിനക്ക് അവകാശമില്ലെന്ന്. ശ്രദ്ധാപൂർവം പാലിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ വരും. നിൻ്റെ ദൈവം നിനക്ക് സ്വന്തമായി ഉണ്ടാകും. ആ ദൈവം നിന്നെ വഴി നടത്തുന്ന അനുഭവം ഉണ്ടാവും. ഇന്നു മുതൽ ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, ധ്യാന വിഷയമാക്കുന്നത് ജീവിത വിജയം സർവപ്രധാനം. നമുക്കറിയാമല്ലോ, ഏതൊരു വ്യക്തിയും കൊതിക്കുന്നൊരു കാര്യമാണ് ജീവിത വിജയം. ഇന്ന് ചുറ്റുപാട് നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാർ പരാജിതരായവരെ കാണാൻ പറ്റും. എന്താണ് അതിന് കാരണം? കാരണം വിജയം നൽകുന്നത് ദൈവമാണ്, പരാജയ കാരണം നമ്മുടെ പാപമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അതിലേറ്റവും പ്രധാനപ്പെട്ട ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ജീവിത വിജയം ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പരാജയം വരാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളത് ദൈവവചനത്തിൽ കൃത്യമായിട്ട് നാം പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കൊരു സത്യഹൃദയം, അതുപോലെ തന്നെ ജ്ഞാനമുള്ള ഹൃദയം അതുണ്ടാകുവാൻ ആഗ്രഹിക്കാം. വിശുദ്ധിയുള്ള, വിവേകമുള്ള മനസ്സിൻ്റെ ഉടമയാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിട്ട് സംഭവിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹമുണ്ടാകണം, കരുണയുണ്ടാകണം. യാക്കോബ് 2:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. വിധി ദിവസം എന്നോട് കരുണ കാണിക്കണേ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണേ എന്ന് ആഗ്രഹിച്ച് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്താൽ അന്ന് കാരുണ്യപൂർവമുള്ള ഒരു വിധി നമുക്ക് ലഭിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ സന്ദേശം ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.